ചോദിച്ചു ഭൂമിയേക്കാൾ ഗുരുതരമായതെന്ത്? ധർമ്മജൻ ചോദിച്ചു ഭൂമിയേക്കാൾ ഗുരുതരമായതെന്ത്? യക്ഷൻ മറുപടി പറഞ്ഞു ജനനി ധരണിയേക്കാൾ ഗുരുതരം. യക്ഷൻ മറുപടി പറഞ്ഞു ജനനി ധരണിയേക്കാൾ ഗുരുതരം. ആകാശത്തേക്കാളുയർന്നത് ധർമ്മജ ചോദ്യമുയർന്നു. ആകാശത്തേക്കാളുയർന്നത് ധർമ്മജ ചോദ്യമുയർന്നു. അച്ഛൻ വ്യോമത്തെക്കാളുയരെ യക്ഷൻ പ്രതിവചിച്ചു. അച്ഛൻ വ്യോമത്തെക്കാളുയരെ യക്ഷൻ പ്രതിവചിച്ചു. യക്ഷൻ പ്രതിവചിച്ചു. മാരുതനേക്കാൾ വേഗത മനസ്സ് മനസ്സ് മനസ്സ്. മാരുതനേക്കാൾ വേഗത മനസ്സ് മനസ്സ് മനസ്സ്. തൃണത്തേക്കാൾ ബഹുതരം യുധിഷ്ഠിരൻ പിന്നെയും ചോദിച്ചു. തൃണത്തേക്കാൾ ബഹുതരം യുധിഷ്ഠിരൻ പിന്നെയും ചോദിച്ചു. യക്ഷന്റെ ഉത്തരം ഉയർന്നു പൊങ്ങി ചിന്ത ചിന്ത ചിന്ത. യക്ഷന്റെ ഉത്തരം ഉയർന്നു പൊങ്ങി ചിന്ത ചിന്ത ചിന്ത. മിത്രം ഗൃഹസ്ഥനാരാണ് ധർമ്മജൻ ചോദിച്ച നേരം. മിത്രം ഗൃഹസ്ഥനാരാണ് ധർമ്മജൻ ചോദിച്ച നേരം. യക്ഷൻ പറഞ്ഞു ഗൃഹസ്ഥനു മിത്രം ഭാര്യ സ്വന്തം ഭാര്യ. യക്ഷൻ പറഞ്ഞു ഗൃഹസ്ഥനു മിത്രം ഭാര്യ സ്വന്തം ഭാര്യ. എങ്ങനെ പ്രകാശമുണ്ടാകും? ധർമ്മജ ചോദ്യമുയർന്നു പൊങ്ങി. എങ്ങനെ പ്രകാശമുണ്ടാകും? ധർമ്മജ ചോദ്യമുയർന്നു പൊങ്ങി. ബുദ്ധി കൊണ്ടത്രേ ലോകം തെളിയും യക്ഷന്റെ മറുപടിയുടനെ. ബുദ്ധി കൊണ്ടത്രേ ലോകം തെളിയും യക്ഷന്റെ മറുപടിയുടനെ. ലോകമഹാത്ഭുതമെന്ത്? ധർമ്മജൻ ചോദിച്ചു വീണ്ടും വീണ്ടും. ലോകമഹാത്ഭുതമെന്ത്? ധർമ്മജൻ ചോദിച്ചു വീണ്ടും വീണ്ടും. സ്വന്തം നാശമില്ലെന്ന മൗഢ്യം ലോകമഹാത്ഭുത സത്യം. സ്വന്തം നാശമില്ലെന്ന മൗഢ്യം ലോകമഹാത്ഭുത സത്യം സത്യം സത്യം. ശ്രേഷ്ഠ ഭാരതം
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. മനുഷ്യന് മനസ്താപവും സംസാര ബന്ധനവും ഉണ്ടാക്കുന്നത് എന്താണ്? എ കാമം, ബി ക്രോധം, സി മതം, ഡി മത്സര്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ക്രോധം. ഓപ്ഷൻ ബി ക്രോധം ഞാൻ ലോക്ക് ചെയ്യാണ്. ഓപ്ഷൻ ബി ക്രോധം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഗംഗാ തീരത്തുള്ള ഗുഹന്റെ രാജ്യത്തിന്റെ പേര്. ഓപ്ഷൻ എ ഗംഗാപുരി, ബി ഗുഹതീർത്ഥം, സി ശൃംഗിവേരപുരം, ഡി നിഷാദം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ശൃംഗിവേരപുരം. ഓപ്ഷൻ സി ശൃംഗിവേരപുരം നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അനസൂയ സീതയ്ക്ക് മികച്ച കുറിക്കൂട്ടും അംഗരാഗവും നൽകി. ആ അംഗരാഗത്തിന് എന്ത് സവിശേഷതയുണ്ടെന്നാണ് അനസൂയ പറയുന്നത്? എ അതിന് ദിവ്യമായ സുഗന്ധമുണ്ട്, ബി അത് ദേവനിർമ്മിതമാണ്, സി അത് പൂശിയാൽ ശോഭ പല മടങ്ങ് വർദ്ധിക്കും, ഡി അതില് വശ്യമന്ത്രമുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി അത് ദേവനിർമ്മിതമാണ്. ഓപ്ഷൻ ബി അത് ദേവനിർമ്മിതമാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമുക്ക് സെയിം ക്വസ്റ്റ്യൻ പിക്ക് കൈമാറാം. അനസൂയ സീതയ്ക്ക് മികച്ച കുറിക്കൂട്ടും അംഗരാഗവും നൽകി. ആ അംഗരാഗത്തിന് എന്ത് സവിശേഷതയുണ്ടെന്നാണ് അനസൂയ പറയുന്നത്? എ അതിന് ദിവ്യമായ സുഗന്ധമുണ്ട്, സി അത് പൂശിയാൽ ശോഭ പല മടങ്ങ് വർദ്ധിക്കും, ഡി അതില് വശ്യമന്ത്രമുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി അതിൽ വശ്യമന്ത്രമുണ്ട്. ഡി അതിൽ വശ്യമന്ത്രമുണ്ട്. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഡി അതിൽ വശ്യമന്ത്രമുണ്ട്. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ തെറ്റാണ്. 2 പേരും ഉത്തരം പറയാതെ വന്ന സാഹചര്യത്തിൽ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഗോപാലകൃഷ്ണൻ സർ, അത് പൂശിയാൽ ശോഭ വർദ്ധിക്കും, ചൈതന്യം വർദ്ധിക്കും എന്നുള്ളതാണ് അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയ സീതയോട് പറഞ്ഞത്. അത് ഉത്തരം. ഇനി ഉത്തരത്തിൻ്റെ മുകളിലൊരു ഉത്തരമുണ്ട്, കഴുക്കോല്. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ അറിയോ? സീതയും രാമനും ലക്ഷ്മണനും കാട്ടിലാണ്. ദുരിതപൂർണമായൊരു ജീവിതം നയിക്കുമ്പോഴും ശോഭയും ചൈതന്യവും ഭംഗിയും വർദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ കൊടുക്കുന്നത്. ഇതിനൊരു സന്ദേശമുണ്ട്. എന്താ അറിയോ? ദുഃഖിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ദുഃഖിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. അഹങ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അഹങ്കരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ കാട്ടിലാണെന്നും പറഞ്ഞിട്ട് 14 വർഷവും കരയണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ധന്യമായിട്ട് സുഖമായിട്ട് കാട്ടിൽ ജീവിക്കുക. അങ്ങനൊരു വലിയ സന്ദേശം രാമായണത്തിലെ വരികൾക്കിടയ്ക്കുണ്ട്. അർത്ഥം മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഉഗ്രതൃഷാർത്ഥന്മാരായ പശുക്കുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ. ദാഹിച്ചു വലഞ്ഞ പശുക്കളെ അകലെ ജലാശയം കണ്ട പോലെ എന്ന് എഴുത്തച്ഛൻ വിവരിക്കുന്ന ഈ സന്ദർഭം ഏത്? ഓപ്ഷൻ എ ഗംഗാതീരത്തെ പശുക്കൾ വെള്ളം കുടിക്കാൻ പോകുന്ന സന്ദർഭം, ബി കൈകേയിക്ക് മുമ്പിൽ ഭരതൻ എത്തിയ സന്ദർഭം, സി ഭരത ശത്രുഘ്നാദികൾ രാമലക്ഷ്മണന്മാരെ വനത്തിൽ കണ്ട സന്ദർഭം, ഡി ഗുഹൻ ശ്രീരാമനെ ദർശിച്ച സന്ദർഭം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ഭരത ശത്രുഘ്നാദികൾ രാമലക്ഷ്മണന്മാരെ വനത്തിൽ കണ്ട സന്ദർഭം. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഭരത ശത്രുഘ്നാദികൾ രാമലക്ഷ്മണന്മാരെ വനത്തിൽ കണ്ട സന്ദർഭം. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ഒരു ദണ്ട് വലിച്ചെറിഞ്ഞാൽ പോകുന്ന അത്രയും ദൂരം നിരത്തി നിർത്താവുന്ന പശുക്കൾ താൻ നൽകുമെന്ന് ശ്രീരാമൻ പറയുന്നത് ആരോട്? എ അഷ്ടാവക്രനോട്, ബി ത്രിജടനോട്, സി കബദ്ധനോട്, ഡി അത്രി മഹർഷിയോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ഓപ്ഷൻ എ അഷ്ടാവക്രനോട്. ഓപ്ഷൻ എ അഷ്ടാവക്രനോട്. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ അഷ്ടാവക്രനോട്. അഷ്ടാവക്രനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ല. പിന്നെ ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞ? ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു പേര് അഷ്ടാവക്രനായതുകൊണ്ടാണോ പറഞ്ഞത്? ത്രിജടൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തോന്നിയത് അഷ്ടാവക്രനാണ്. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സെയിം ക്വസ്റ്റ്യൻ ബിക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ദണ്ട് വലിച്ചെറിഞ്ഞാൽ പോകുന്ന അത്രയും ദൂരം നിരത്തി നിർത്താവുന്ന പശുക്കളെ താൻ നൽകുമെന്ന് ശ്രീരാമൻ പറയുന്നത് ആരോടാണ്? ബി ത്രിജടനോട്, സി കപഥനോട്, ഡി അത്രി മഹർഷിയോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി അത്രി മഹർഷിയോട്. ഓപ്ഷൻ ഡി അത്രി മഹർഷിയോട്. ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണ്? ഓപ്ഷൻ ഡി അത്രി മഹർഷിയോട്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ത്രിജടൻ എന്നാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. കുണ്ടഭാവം ചെറുതുണ്ടാകുകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശു നീ. എന്താണ് വടക്ഷീരം? ഓപ്ഷൻ എ ആൽമരത്തിന്റെ കറ, ബി മെരുകിന്റെ പാല്, സി കാട്ടാടിന്റെ പാല്, ഡി കാട്ടുപാലയുടെ കറ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ആൽമരത്തിന്റെ കറ. നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ ആൽമരത്തിന്റെ കറ. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഓം അമൃതേശ്വരേ നമഃ. ഭീഷ്മ പിതാമഹന്റെ സത്യം. കുരുവംശത്തിലെ ശന്തനു മഹാരാജാവ് ഗംഗാ തീരത്ത് ഒരു ദിവസം നായാട്ടിനായിട്ട് പോയതായിരുന്നു. അവിടെ വെച്ച് ഗംഗാദേവിയെ കണ്ട രാജാവ് അവളിൽ അനുരക്തനായി. വിവാഹാഭ്യർത്ഥന വെച്ചു. പക്ഷേ ഒരു വ്യവസ്ഥയെ വിവാഹം ചെയ്യാം. ശുഭമായാലും അശുഭമായാലും ശരി, എൻ്റെ ഏത് പ്രവൃത്തിയും അങ്ങ് തടയരുത്. തടഞ്ഞാൽ ഞാൻ അങ്ങ് ഉപേക്ഷിച്ച് ആ നിമിഷം പോകും. സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ രാജാവോ ഗംഗാദേവിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വൈകാതെ അവർക്കൊരു ആൺകുട്ടി പറഞ്ഞു. പിന്നെ എന്താ ഉണ്ടായത്? ഗംഗാദേവി നവജാത ശിശുവിനെ ഗംഗാ നദിയിൽ മുക്കിക്കൊന്നു. നിശ്ചിന്തമായി നിൽക്കാനേ രാജാവിന് കഴിഞ്ഞുള്ളൂ. മറുത്തൊരക്ഷരം മുടിയാടിയാൽ ഗംഗാദേവി തനിക്ക് നഷ്ടപ്പെട്ടാലോ? 7 പുത്രമായി ഗംഗാദേവി നിഷ്ഠൂരമായി ഗംഗാ നദിയിൽ മുക്കിക്കൊന്നു. പക്ഷേ 8ാമത്തെ പുത്രൻ ജനിച്ച ഉടനെ ഈ കൃത്യത്തിന് ഒരിക്കലും മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞു. അരുത് ദേവി, അരുത്, അവനെ എനിക്ക് വേണം. പ്രതിജ്ഞ ലംഘിച്ചില്ലേ? അതിനാൽ രാജാവിനെ ഉപേക്ഷിച്ച് ഗംഗാദേവി മറഞ്ഞു. പിന്നീട് ശന്തനു മഹാരാജാവ് വളർത്തുകയാണ് ഈ കുട്ടി. ദേവവ്രതൻ എന്നാ പേരിട്ടത്. മിടുക്കനാണ്. വസിഷ്ഠ മഹർഷിയിൽ നിന്ന് സാംഘവേദങ്ങളൊക്കെ പഠിച്ചു. പരശുരാമൻ അസ്ത്രവിദ്യ പഠിപ്പിച്ചു. ശുക്രമഹർഷി മറ്റ് വിദ്യകളെല്ലാം പഠിപ്പിച്ചു. ദേവവ്രതന് തുല്യമായത് ദേവവ്രതൻ മാത്രം. 4 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം മഹാരാജാവ് നായാട്ടിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഒരു കസ്തൂരി എന്താ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. തേടിയെത്തിയതോ ദാശകണികയായ സത്യവതിയുടെ സമീപം. രാജാവ് അവളോട് പ്രണയാഭ്യർത്ഥന നൽകി. ദാശപിതാവ് ഒരു വ്യവസ്ഥ വെച്ചു. സത്യവതിയിലുണ്ടാവുന്ന പുത്രന് മാത്രമേ രാജാവാകാൻ പാടൂ. രാജാവ് കഷ്ടത്തിലായി. ദേവവ്രതനോടുള്ള സ്നേഹം മൂലം ഈ വാഗ്ദാനം സ്വീകരിക്കാനും വയ്യ. അദ്ദേഹം കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയതാകെ പരവശനായിട്ടാണ്. ഒന്നിലും താല്പര്യമില്ല, മൗനിയായിട്ട് നടക്കുകയാണ്. പിതാവിനെ അലട്ടിയിരുന്ന ദുഃഖം മന്ത്രിയിൽ നിന്നും ചോദിച്ചറിഞ്ഞ ദേവവ്രതൻ ഒട്ടും അമർന്നിച്ചില്ല. നേരെ ദാശകൂടത്തിലേക്ക് എത്തി.
അവരുടെ ആവശ്യങ്ങളെല്ലാം. എന്തൊക്കെ ആവശ്യങ്ങള്? തൻ്റെ മകൾ സത്യവതിക്ക് രാജാവിനുണ്ടാവുന്ന പുത്രൻ രാജാവാകും. രണ്ടാമത്തേതോ ദേവവ്രതൻ നിത്യബ്രഹ്മചാരിയായി തുടരണം. ദേവവ്രതൻ ശപഥം ചെയ്തു. പിതൃഭക്തിയുടെ ത്യാഗശീലത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ഉഗ്രശപഥം. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. ഇവൻ ഭീഷ്മനാണ് എന്ന് അശരീരി മുഴങ്ങി. ഭീഷ്മപ്രതിജ്ഞ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മകനെ, നീ സ്വച്ഛന്ത മൃത്യുവായിരിക്കട്ടെ എന്ന പിതാവ് വരവും നൽകി. സത്യത്തെക്കാൾ വലിയ വ്രതം എനിക്കില്ല. അതാണ് ഭീഷ്മർ. വേദജ്ഞനാണ്, ശാസ്ത്രജ്ഞനാണ്, ധർമ്മജ്ഞനാണ്. നീ ഭാരതവംശം രക്ഷിക്കണമെന്ന് സത്യവതി ഒരിക്കൽ ആവശ്യപ്പെട്ടപ്പോൾ, അമ്പയ്ക്കും അമ്പാലികയ്ക്കും സന്താനങ്ങൾ നൽകൂ എന്നാവശ്യപ്പെട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞത് എന്താ അറിയോ? അമ്മേ, ഭൂമി ഗന്ധം ഉപേക്ഷിക്കാം, ജലം രസം വിടയാം, രൂപം തേജസ് കളയാം, അഗ്നിക്ക് ചൂട് നഷ്ടപ്പെടാം, ശബ്ദം ആകാശത്തെയും ഇന്ദ്രൻ വീര്യത്തെയും യമധർമ്മൻ ധർമ്മത്തെയും വെടിഞ്ഞാലും ഞാൻ സത്യം ഉപേക്ഷിക്കില്ല. കാലചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. ഹസ്തിനപുരത്തിൽ കൗരവപക്ഷത്തെ നയിക്കുകയാണ് ഭീഷ്മർ. യുദ്ധസന്ദർഭമാണ്. 10-ാം ദിവസം, യുദ്ധത്തിന് 10-ാം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി. ദക്ഷിണായന കാലമായിരുന്നു അത്. ശരശയിൽ കിടന്ന ഭീഷ്മർ ഉത്തരായണത്തിലെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ചുള്ളൂ. ചരിത്രത്തിലെ നാഴേക്കള്ളായി ഭീഷ്മ പിതാമഹൻ സൂര്യനെ പോലെ ഇന്നും ഭാരതത്തിൽ ശോഭിക്കുന്നു. അമൃതേശ്വരി. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ ഒരുവൻ കാനനത്തിന് അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. ഇത്യേവം ആത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്ന്. അതുകൊണ്ട് ഉണ്ണി രാമ, ഞാൻ പറയട്ടെ, ഞാൻ ഗുരുവാണ്. അങ്ങയുടെ മാത്രമല്ല, അങ്ങയുടെ പിതാവിൻ്റെയും ഗുരുവാണ്. ആ ഗുരു പരമ്പരയുടെ അധികാരത്തിൽ പറയുകയാണ്, ഭരതൻ വീണ്ടും വീണ്ടും നടത്തുന്ന ഈ അഭ്യർത്ഥന സ്വീകരിക്കുന്നത് സത്യലംഘനമോ സന്മാർഗ ലംഘനമോ ആകുന്നില്ല കുമാര. നീ ഭരതന്റെ വാക്കനുസരിക്കണം, വനവാസം ഉപേക്ഷിച്ച് മടങ്ങണം. മഹർഷി, ഏതൊരു പുത്രനാണ് മാതാപിതാക്കളോടുള്ള കടം പൂർണ്ണമായി വീട്ടാനാവുക? ആർക്കും തന്നെ അതിന് സാധിക്കില്ല ഗുരു. അപ്പോൾ സാധിക്കുന്ന കാര്യങ്ങളിലെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നതല്ലേ ഉചിതം? അച്ഛനോട് ഏറ്റ വാക്ക് എന്തു തന്നെയായാലും ചെയ്യാതിരിക്കുന്നത് യുക്തമാണോ? അത് വെറും വാഗ്ദാനമായി മാത്രം മാറാമോ? ശരി മഹർഷി, ജ്യേഷ്ഠന്റെ ഭാവം അതാണെങ്കിൽ ഭരതൻ ഇനി വാദിക്കാൻ വാക്കുകളില്ല. പകരം ഞാനിതാ ദർഭോപവേശം ചെയ്യുന്നു. അങ്ങനെയെങ്കിലും ജ്യേഷ്ഠന്റെ മനസ്സിൽ ഒരു കനി ഉണരട്ടെ. ജ്യേഷ്ഠന്റെ മനസ്സ് മാറും വരെ ഊണും മുറക്കവും ഉപേക്ഷിച്ച് ഞാനിവിടെ ഇങ്ങനെ കിടക്കും. ഭരത, എന്തിനാണ് നീ ഇങ്ങനെ പാടുകിടക്കുന്നത്? ഈ ഉഗ്രവ്രതം അവസാനിപ്പിക്ക്. ജ്യേഷ്ഠ, രാജ്യം കിട്ടണമെന്ന് അച്ഛനോട് ഞാൻ അപേക്ഷിച്ചിട്ടില്ല. അമ്മയെ അതിനായി ഏൽപ്പിച്ചിട്ടുമില്ല. ജ്യേഷ്ഠന് വനവാസത്തിന് അയക്കാൻ ഒരു ജീവിക്കും ഒരു തരത്തിലുള്ള പ്രേരണയും നൽകിയിട്ടില്ല.
അതുകൊണ്ട് പിതാവ് ജ്യേഷ്ഠന് വിധിച്ച 14 വർഷത്തെ വനവാസം ഞാനും അനുഭവിക്കാം. അനുജ, അച്ഛന്റെ ആജ്ഞയെ തിരുത്താനോ വെച്ചുമാറാനോ നമുക്ക് അവകാശമില്ല. എനിക്കു പകരം നീ വനത്തിൽ വസിക്കുക എന്നത് എത്രയോ നിന്ദ്യമായ കർമ്മമാണ്. ചെല്ലു, രാജ്യഭാരമേൽക്കൂ. അതാണ് പിതർഹിതം. അതനുഷ്ഠിക്കൂ. ഗുരു, അങ്ങു തന്നെ ഭരതനെ ഉപദേശിക്കൂ. കുമാര, അച്ഛനോടുള്ള ഭക്തിയുടെ പേരിൽ തന്നെ നിനക്ക് ജ്യേഷ്ഠന്റെ വാക്കനുസരിക്കാം. പിതാവിന്റെ കടം വീട്ടുക, രാമനെ വിട്ട് മടങ്ങുക. അതേ കുമാര, അനുസരിക്ക്. ഹിമാലയത്തിൽ മഞ്ഞൊഴിഞ്ഞാലും കടൽ കരയെ വിഴുങ്ങി കടന്നുപോയാലും ഈ രാമൻ സ്വന്തം നിശ്ചയത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് നീ മനസ്സിലാക്ക്. ശരി, ഞാൻ മടങ്ങാം. മടങ്ങിയാലും 14 വർഷം കായ്കനികൾ ഭക്ഷിച്ച് ജടാവൽക്കലങ്ങൾ ധരിച്ച് അയോധ്യ നഗരത്തിന് വെളിയിൽ വനപ്രാന്തത്തിൽ അങ്ങയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കും. ജ്യേഷ്ഠ, ഇനിയുള്ള വർഷങ്ങളിൽ അയോധ്യയുടെ രാജ്യതന്ത്രങ്ങളെ ഈ പാതുകങ്ങളിൽ ഞാൻ സമർപ്പിക്കും. 14 വർഷം പൂർത്തിയാകുന്ന അന്ന് അങ്ങ് മടങ്ങി വരണം. എന്റെ തപസ് അന്നേ പൂർത്തിയാകൂ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ കൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. പഞ്ചാഗ്നി മധ്യത്തിൽ 1000 വർഷം ധ്യാനിച്ചു. എന്നിട്ടും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല. അവസാനം കോപവും വൈരാഗ്യവും വർദ്ധിച്ച് സ്വയം ജീവൻ ബലി കൊടുക്കുവാൻ തീരുമാനിച്ചു. ഒരു ശിരസ് ഛേദിച്ച് എരിയുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യരിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും തനിക്ക് മരണമുണ്ടാകില്ല എന്ന് അദ്ദേഹം വരം നൽകി. പിന്നീട് കൈലാസ പർവ്വതമിളക്കി അമ്മാനമാടുവാൻ ശ്രമിച്ചു. അങ്ങനെ മഹാദേവനും നൽകി വരങ്ങൾ. അങ്ങനെ രാക്ഷസകുലത്തിൽ വിജയശ്രീലാളിതനായി കഴിഞ്ഞു വരവേ ത്രിലോകങ്ങളും പിടിച്ചടക്കുവാൻ ഒരാഗ്രഹം. അങ്ങനെ യുദ്ധം തുടങ്ങി. ത്രിലോകങ്ങളും പിടിച്ചടക്കി സർവൈശ്വര്യങ്ങൾക്കും അധിപനായി കുബേരന്റെ പുഷ്പവിമാനം സ്വന്തമാക്കി ആകാശവീതിയിൽ പറപ്പിച്ചു. വിശ്വശില്പി മയപുത്രിയായ മണ്ഡോദരി ജീവിത സഖിയായി. അങ്ങനെ ലങ്കയും രാജധാനിയും ഐശ്വര്യ സമൃദ്ധമാക്കി. വിഷ്ണു ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവും, ബ്രഹ്മാവിൽ നിന്ന് പുലസ്ത്യനും, പുലസ്ത്യന്റെ മകനായ വിശ്രവസിന്റെയും കൈകേസിയുടെയും മകനായി ശ്ലേഷ്മാതകത്തിൽ ജനിച്ചു. അമ്മയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ തപസ്സനുഷ്ഠിച്ച് വരങ്ങൾ കരസ്ഥമാക്കി. ഭാര്യയുടെ ഹിതമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ഉറപ്പിന്മേൽ വിശ്വശില്പിയായ മയന്റെ മകൾ മണ്ഡോദരിയെ വിവാഹം ചെയ്തു. ത്രൈലോക്യങ്ങളും സഞ്ചരിച്ച വേളയിൽ സൗന്ദര്യമുള്ളതെന്തും ലങ്കയ്ക്കാവട്ടെ എന്ന ഉദ്ദേശത്തോടെ അവയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് ദേവസുന്ദരിയായ രംഭയെ ക്ഷണിച്ചത്. അവൾ വഴങ്ങാതെ വന്നപ്പോൾ ബലാത്കാരം ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുബേരപുത്രൻ ശപിച്ചു. അങ്ങനെ 18 ശാപങ്ങൾ അഷ്ടദിക്പാലകരെ ബന്ധിച്ചു. മകൻ മേഘനാഥൻ ഇന്ദ്രദേവനെ ബന്ധനസ്ഥനാക്കി ഇന്ദ്രജിത്തായി. ത്രിലോകങ്ങളും ജയിച്ചു വരവേ കൈലാസ താഴ്വരയിൽ വെച്ച് നന്ദികേശ്വരനെ കണ്ടു. കലഹമായി. അങ്ങനെ കൈലാസം പിഴുതെറിയാനുള്ള ഒരുക്കമായി. കൈലാസത്തെ പിഴുതു തുടങ്ങി. കൈലാസമിളകി. പാർവതീദേവി ഭയപ്പെട്ടു. ഇതറിഞ്ഞ പരമശിവൻ കാൽ ശക്തമായി തറയിൽ അമർത്തി ചവിട്ടി. കൈലാസത്തെ തറയിൽ താങ്ങി നിർത്തി. അതിനിടയിൽ പെട്ടുപോയ കൈകളുമായി 1000 വർഷം ശിവനാമം ജപിച്ചു. അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷനായി അതിശക്തമായ ഒരു വാൾ നൽകി. അതായിരുന്നു ചന്ദ്രഹാസം. അതുപയോഗിച്ചാണ് ഞാൻ ഈ യുദ്ധമെല്ലാം ജയിച്ചത്. ഉശിരവീര പർവ്വതത്തിൽ രാജാവ് മരുത്തൻ നടത്തിയ യാഗത്തിന്റെ ഹവിർഭാഗം ഭക്ഷിക്കാനെത്തിയ ദേവകളെ ഭയപ്പെടുത്തി ഓടിച്ചു. കാലനെ പരാജയപ്പെടുത്തി. പാതാളാക്രമണം നടത്തി. സഹോദരി ശൂർപ്പണഖയുടെ അംഗം ഛേദിച്ച രാമലക്ഷ്മണന്മാരോട് പകരം ചോദിക്കാൻ എത്തിയതാണ്. സർവലോകൈക സുന്ദരിയായ സീത ലങ്കയ്ക്ക് അലങ്കാരമാകട്ടെ എന്ന് നിശ്ചയിച്ചു. പക്ഷേ അതിന്റെ മരണത്തിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. രാമനെ തടയുവാൻ കഴിയുന്നതത്ര ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. യുദ്ധചർച്ച തുടങ്ങിയത് മുതൽ സഹോദരൻ വിഭീഷണൻ
അധാർമികമാണെന്ന കാരണത്തെ ചൊല്ലി മാറി നിന്നു. അകലെയുള്ള ശത്രുവിനേക്കാൾ കൂട്ടത്തിലുള്ള മിത്രമായ ശത്രുവാണ് അപകടം വിളിച്ചു വരുത്തുന്നത്. ചതിച്ചത് വിഭീഷണനോ സ്വന്തം ചെയ്തികളോ അതോ മണ്ഡോദരിയുടെ അറയിൽ എത്തപ്പെട്ട കുരങ്ങനോ? എന്തായാലും ത്രൈലോക്യ വിജയിയായ രാവണൻ വിധിക്ക് മുന്നിൽ കീഴടങ്ങുന്നു. ലോകസൃഷ്ടിക്ക് മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. വിശദീകരിച്ചോ. ലോക സൃഷ്ടിക്ക് മുന്നേ ഏകനായി ആനന്ദനായി ഈ ലോകത്ത് പിറന്ന വീണാൽ ചെറിയ വിഷമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, ദുഃഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവളുടെ ശക്തി, അതായത് രാമനാണ് ഇവിടെ പറയുന്നത് ഇത്. അപ്പം സീതയുടെ മായാശക്തി പ്രകൃതി മഹാമായമായ ശക്തിയായിരുന്നു. അത് തനിക്ക് വളരെ ആശ്രയമായിരുന്നു എന്നാണ് രാമൻ പറയുന്നത്. മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. അടിപൊളി. ആശയം വിശദീകരിക്കും. മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ നടക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് ഇവിടെ ഈ ഒരു വാക്യം പറയുന്നത് തന്നെ. ആദ്യം ജീവാത്മാവായി ലക്ഷ്മണൻ മുന്നേ നടക്കുക, പിന്നിൽ ഏറ്റവും പിറകിൽ ശ്രീരാമനും, അതിനിടെ സീതാദേവിയും. ഇവിടെ ഒരു രഹസ്യം തന്നെ പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ ജീവാത്മാവിനും പരമാത്മാവിനും ഇടയ്ക്ക് മഹാമായയായി സീതാദേവിയാണ് വരുന്നത്. ജീവാത്മാവിന് പരമാത്മാവിലേക്ക് എത്താനുള്ള വഴി തരണം ചെയ്യാനുള്ള മഹാമായയെ തരണം ചെയ്യുമ്പോൾ മായ സൃഷ്ടിയായ ലോകത്തെ തരണം ചെയ്ത് പരമാത്മാവിലേക്ക് എത്താം എന്നൊരു ആശയമാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് ലഭിക്കുന്നത്.
ലോകത്തിലെന്നെ ആരറിയാതെയുള്ളതെത്രയും മൂടൻ ഭവാൻ എന്നിക ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയ നക്തഞ്ചരനടുത്താനതു നേരമസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ഭദ്രോക്ഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. പതിനൊന്നാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം. ജഗദ്ഗുരുവായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവ് മുതൽ എല്ലാ ഗുരു പരമ്പരയ്ക്കും എൻ്റെ നമസ്കാരം. ചിന്താബന്ധുരങ്ങളായിട്ടുള്ള ഉപനിഷത്ത് വാക്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് വെളിവാക്കി തരുന്ന ഒരു മാർഗദർശക ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇത് മഹാഭാരതത്തിൽ ഭീഷ്മപർവം 25 മുതൽ 42 വരെ 18 അധ്യായങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. പ്രശാന്തസുന്ദരമായ ഹിമാലയ വനാന്തരങ്ങളിൽ നിന്നും വേദാന്ത രഹസ്യങ്ങളെ ബഹുജനമധ്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ഗീതാകാരനായ വേദവ്യാസ മുനി കർമ്മനിരതരായ മനുഷ്യർക്ക് തൻ്റെ ജീവിതായോധനത്തിൽ അവ എങ്ങനെ സഹായകങ്ങളാവുമെന്ന് കാണിച്ചു തരുന്നു. 18 അധ്യായങ്ങളടങ്ങുന്ന ഗീതയിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം. ഈ അധ്യായത്തിൽ അർജുനൻ്റെ ആഗ്രഹപ്രകാരം ശ്രീ ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള തൻ്റെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്നു. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വരത്തദോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഹേ പ്രഭോ, അങ്ങയുടെ ഈശ്വരരൂപം ഈയുള്ളവന് കാണാൻ കഴിയുമെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ ആ അവ്യയരൂപം എനിക്ക് കാണിച്ചു തന്നാലും. ഈ ഈശ്വരരൂപം എനിക്ക് കാണാൻ കഴിയുമെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ ആ അവ്യയരൂപം എനിക്ക് കാണിച്ചു തരണമെന്ന് ഈ ശ്ലോകത്തിൽ അർജുനൻ ശ്രീ ഭഗവാനോട് പറയുന്നു. ഈ ശ്ലോകത്തിൽ അർജുനൻ ശ്രീ ഭഗവാന്റെ വിശ്വരൂപം കാണുവാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനെയും തന്നെ തൻ്റെ പ്രകടിത രൂപമായി ശ്രീ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നു. ശ്രീ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഔദാര്യം അപരിമിതമാണ്.
ആവശ്യപ്പെടുന്നതിൻ്റെ 1000 മടങ്ങാണ് അദ്ദേഹം നൽകുക. ലക്ഷ്മി ദേവിക്ക് പോലും കാണിച്ചു കൊടുക്കാത്തതായ തൻ്റെ അന്തരംഗ രഹസ്യങ്ങളെ ശ്രീ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നു. ഇത്തരത്തിൽ ഗീത പല ഉപദേശങ്ങളിലൂടെയും പല നിർദ്ദേശങ്ങളിലൂടെയും എങ്ങനെ സമൂഹത്തിന് മാതൃകയായിക്കൊണ്ട് ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഗീത പഠിക്കണമെന്നും അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കണമെന്നും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി. 11-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഏകാദശോऽധ്യായ വിശ്വരൂപദർശനയോഗ. സഞ്ജയ ഉവാച. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിതാ. യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ആകാശത്തിൽ 1000 സൂര്യന്മാരുദിക്കില്ല. പക്ഷെ അങ്ങനെ ഉദിച്ചാലത്തെ പ്രഭ പോലും ആ മഹാത്മാവിൻ്റെ പ്രഭയ്ക്ക് തുല്യമായിരിക്കില്ല എന്ന് സഞ്ജയൻ ഇവിടെ പറയുന്നു. ഒരു സൂര്യൻ്റെ പ്രഭ പോലും നേരിൽ കാണാൻ പറ്റാത്ത മനുഷ്യചക്ഷുസിന് ഭഗവത് തേജസ് ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നിവിടെ പറയുന്നു. ഹേ, ആരാണത്? ഞാൻ ശിവപൂജയിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ രാത്രി എന്റെ പതി ലോകൈകനാഥൻ രാവണൻ ഇപ്പോൾ യുദ്ധവിജയത്തിനായി ശിവപൂജയിലാണ്. അദ്ദേഹത്തിന്റെ ആയുസ്സും ആരോഗ്യവുമാണ് എനിക്ക് മുഖ്യം. അതിനാൽ അദ്ദേഹത്തിന്റെ ആയുസ്സിനും ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടി ഞാനും ശിവപൂജയിലാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹേ, ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? ഇരുട്ടിന്റെ മറവിൽ ഒരു കള്ളനെ പോലെ പതുങ്ങി. ആരാണെന്ന്? കണ്ടിട്ട് ഒരു വാനരനാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഒരു വാനരൻ തന്നെ. അങ്കദനല്ലേ? താരയുടെ പുത്രൻ. നീ എന്താണ് ഇവിടെ? പോകൂ, ദൂരെ പോകൂ. എന്റെ പതി ലോകൈകനാഥനായ രാവണനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പതിവ്രതയായ പത്നിയാണ്. ദൂരെ പോകാൻ. കശ്യപ പ്രജാപതി വംശത്തിലെ വിശ്വൈക ശില്പിയായ മയനും ഹേമയ്ക്കും ജനിച്ച പുത്രിയാണു ഞാൻ. പണ്ട് മഹാദേവനിൽ അനുരക്തയായതിന്റെ പേരിൽ ശ്രീ പാർവതി ദേവി ശപിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ തവളയായി പിറന്ന അപ്സരസാണു ഞാൻ, മണ്ഡോദരി. എനിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ ലോകൈകനാഥനായ രാവണൻ വിവാഹാഭ്യർത്ഥനയുമായി എന്റെ പിതാവിന്റെ അടുക്കലെത്തി. അപ്പോൾ എന്റെ പിതാവ് രാവണനെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു. ഇനി മുതൽ മണ്ഡോദരിയുടെ ഇഷ്ടപ്രകാരം മാത്രമേ ജീവിക്കുവാൻ പാടുള്ളൂ എന്ന്. അന്ന് രാവണശ്രേഷ്ഠൻ എന്റെ പിതാവിനോട് പറഞ്ഞു, അല്ലയോ ശില്പിശ്രേഷ്ഠ, ഇനി മുതൽ അങ്ങയുടെ പുത്രിയുടെ ഹിതം തന്നെയായിരിക്കും എന്റെയും ഹിതം. അങ്ങനെ രാവണന്റെ സത്യത്തിനുമേൽ ഞങ്ങളുടെ വിവാഹം നടന്നു. എന്നാൽ ചാരിത്രവതിയായ ഒരു പത്നിക്ക് ഭർതൃഹൃദാനുവർത്തമല്ലേ സ്വന്തം ഹിതം. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും. തന്റെ ജൈത്രയാത്രയിൽ രാവണൻ ഒരുപാട് സുന്ദരികളായ സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പലരും ലങ്കേശന്റെ പ്രതാപത്തിൽ ഭ്രമിച്ച് വശംവദകളാകാറുമുണ്ട്. എന്നാൽ എനിക്ക് അതിലൊന്നും ഒരു പരാതിയുമില്ല. കാരണം ബഹുകളത്രം അന്ന് സർവ്വസാധാരണമായിരുന്നു. എന്നാൽ അദ്ദേഹം ബലാത്കാരേണ അപഹരിച്ചു കൊണ്ടുവരുന്ന പതിവ്രതകളായ സാത്വികളെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല. വൈദേഹിയെ വധിക്കുവാനായി അദ്ദേഹം വാളോങ്ങിയപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ എതിർത്തത്.
കൗമാരപ്രായം കഴിയും മുമ്പ് 3 ലോകങ്ങളും കീഴടക്കി ദേവേന്ദ്രനെ പിടിച്ചു കെട്ടിയ മേഘനാഥന്റെ മാതാവാണു നാം. ഹേ വാനര, നിന്നോട് ദൂരെ പോകാനല്ലേ പറഞ്ഞത്? ഈ വാനരൻ എന്നെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. അയ്യോ, എന്നെ രക്ഷിക്കണേ! മൃത്യുദേവത ഒരു കുരങ്ങന്റെ രൂപത്തിൽ വന്ന് ലങ്കാനഗരമാകെ ചുട്ടരിച്ച് അക്ഷകുമാരനെ നിഗ്രഹിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ് നമുക്കിത് വേണ്ടെന്ന്. എന്നാൽ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, 2 മനുഷ്യാധമന്മാർക്കും കുറച്ച് വാനരന്മാർക്കും മുന്നിൽ ത്രലോക വീരനായ രാവണൻ മുട്ടുമടക്കുവാനോ? ഒരിക്കലുമില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ കൊടിയ യുദ്ധം ആരംഭിച്ചു. എല്ലാവരും യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. ഒടുവിൽ രാമസായകമേറ്റ് എന്റെ പതിയും നിലംപതിച്ചു. രാവണനില്ലാതെ ഇനി എന്ത് മണ്ഡോദരി? ഓം അമൃതേശ്വരിയെ നമഃ. ആരാണ് ഈശ്വരൻ? ഈശ്വരനെ എങ്ങനെ പ്രാപിക്കാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഭഗവത്ഗീതയിലെ 10ാം അധ്യായമായ വിഭൂതി വിസ്തര യോഗത്തിലെ 8ാം ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവസമന്വിത. ഭഗവാൻ പറയുന്നു, പരമാത്മാവായ ഞാൻ എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. സർവ്വതും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതറിഞ്ഞ വിവേകികൾ എല്ലാത്തിലും എന്നെ തന്നെ ഭാവന ചെയ്യുന്നു, പരമപ്രേമത്തോടെ എന്നെ ഭജിക്കുന്നു. അമ്പൂറ്റിന് പറയാറില്ലേ, നിസ്വാർത്ഥരായ ഋഷിമാർ കാരുണ്യം കൊണ്ട് ഈ ലോകത്തിനായി നൽകിയ അനശ്വര സമ്പത്താണ് സനാതനധർമ്മ തത്വങ്ങൾ. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെന്ന് സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം ദർശിച്ചതിനാൽ എല്ലാത്തിനെയും ആദരവോടെ വീക്ഷിക്കുന്ന ഒരു രീതി സനാതനധർമ്മത്തിൽ വളർന്നു വന്നു. പക്ഷി മൃഗാദികളെ പോലും നിന്ദ്യമായി കാണാതെ ഈശ്വരന്റെ പ്രത്യക്ഷമൂർത്തികളായി ഋഷിമാർ ദർശിച്ചു. അവർ പാടി, സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം. ഇന്ന് സയൻസും പറയുന്നു എല്ലാം ഊർജമാണെന്ന്. നമ്മുടെ ദേവീദേവന്മാരുടെ ചിത്രം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു മൃഗത്തിനെ അതിൽ കാണാൻ സാധിക്കും. ഭഗവാൻ ശിവന്റെ ചിത്രത്തിൽ സർപ്പം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രത്തിൽ ഗോക്കൾ, ഭഗവാൻ ഗണപതിയുടെ ചിത്രത്തിൽ മോഷിക്കൻ എന്നിങ്ങനെ. ഇതിലെല്ലാം ഒരു തത്വമുണ്ട്. അമ്പൂറ്റിന് പറയാറില്ലേ, ആകാശങ്ങൾക്കപ്പുറം സിംഹാസനത്തിലിരിക്കുന്ന ആളല്ല ഈശ്വരൻ, മറിച്ച് സർവചരാചരങ്ങളുടെയും അന്തരാത്മാവാണ് ഈശ്വരൻ. ഫലമിച്ഛിക്കാതെ നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്തിലും ഏതിലും ആ ചൈതന്യത്തെ ദർശിക്കാൻ ആവും. ഇത് മനസ്സിലാക്കി നമ്മൾ ഈശ്വരനെ ഭജിക്കണം. ഈശ്വരനെ ആരാധിക്കുന്നത് ഈശ്വരീയ ഗുണങ്ങളായ ക്ഷമ, കാരുണ്യം, ദയ, സ്നേഹം നമ്മളിൽ വളരാനാണ്. തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? തേങ്ങ ഉണ്ടാവണമെങ്കിൽ തെങ്ങും വേണം, തെങ്ങുണ്ടാവണമെങ്കിൽ തേങ്ങയും വേണം. അപ്പോൾ രണ്ടിനും മറ്റൊരു കാരണം ആവശ്യമല്ലേ? അതാണ് ഈശ്വരൻ. ഈശ്വരൻ എല്ലാത്തിനെയും മൂലകാരണമാണ്, സർവസ്രാഷ്ടാവാണ്. ഇത് പറയുമ്പോൾ അമ്പൂറ്റിയമ്മയുടെ ഭജന ഓർമ്മ വരുന്നു. സൃഷ്ടിയും നീയേ, സൃഷ്ടാവും നീയേ, ശക്തിയും നീയേ, നിത്യവും നീയേ. സൃഷ്ടിയും നീയേ, സൃഷ്ടാവും നീയേ, ശക്തിയും നീയേ, നിത്യവും നീയേ. ദേവി 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 ദേവി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈശ്വരൻ എന്നത് ഒരു സത്യമായി നിലകൊള്ളുന്നു. വിവേകികൾ ഈശ്വരനെ ആരാധിച്ച് പരമപദം പോകുന്നു. നിഷ്കളങ്കമായ പ്രേമഭക്തിയിലൂടെ മാത്രമാണ് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ നമ്മളെ നേരത്തെ ഓർമ്മിപ്പിക്കുന്നു, നമേ ഭക്ത പ്രണശതി എന്ന്. എന്നിൽ ശരണം പ്രാപിക്കുന്ന ഭക്തന്
ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന്. ഇത് പറയുമ്പോൾ പ്രഹ്ലാദനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛനായ ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരത്തിനും ദുഷ്ടപ്രവൃത്തിക്കും മുമ്പിൽ ഒട്ടും തന്നെ ഭയമില്ലാതെ ഈശ്വരനിൽ ശരണം പ്രാപിച്ചിരുന്നു പ്രഹ്ലാദൻ. ഈശ്വരൻ തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ തോണിൽ നിന്ന് നരസിംഹമൂർത്തിയായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അഹങ്കാരിയായ ഹിരണ്യകശിപുവിനെ വധിച്ചു. ഇതുപോലെ സൃഷ്ടിയും സൃഷ്ടാവിനെയും മാനിക്കാതെ ഈശ്വരനിൽ ശരണം പ്രാപിക്കാതെ മനുഷ്യൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നു. ഇന്നത്തെ ലോകം നേരിടുന്ന മഹാമാരിയായ കൊറോണ മുതലായ പ്രശ്നങ്ങൾക്കും കാരണം ഇത് തന്നെയല്ലേ? ഈശാവാസ്യം ഇതം സർവം എന്ന വേദവാക്യം പാലിച്ചുകൊണ്ട് പൂർവികന്മാർ പഞ്ചമഹായജ്ഞം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. ഇന്നത്തെ ലോകത്ത് അതെല്ലാം നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു. അമ്പൂറ്റമ്മ പറയാറില്ലേ, ശരിയും തെറ്റും മനസ്സിലാക്കി വിവേകത്തോടെ ഈശ്വരനെ ശരണം പ്രാപിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന്. അതിനായി നമുക്ക് അമ്പൂറ്റമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരി.